പി രാജുവിന്റെ മരണത്തിൽ നിലപാട് മാറ്റാതെ പാർട്ടി നടപടി നേരിട്ട മുതിർന്ന CPI നേതാവ് കെ ഇസ്മായിൽ പറഞ്ഞതിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു. ചില നേതൃത്വങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. അവസരവാദിയല്ല താൻ, കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരുമെന്നും കെ ഇസ്മായിൽ. അതിനിടയിൽ ഇടക്കാലത്ത് വരുന്ന പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും ചില നിലപാടുണ്ടാകുമ്പോൾ അതൊരു പാർട്ടി തീരുമാനമാണ്. ആ തീരുമാനം എന്നുള്ള നിലയിൽ അതിന് ആ നിലയിലില്ലാതെ കാണാൻ കഴിയും. പണ്ട് മുതലേ ഒരു നിലപാടുള്ള ആളാണ്, അവസരവാദിയൊന്നുമല്ല. ഞാനൊരു നിലപാടുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് അതിനെതിരാണ്. അങ്ങനെ എനിക്ക് ചില നിലപാടുണ്ട് പണ്ട് മുതലേ. ആ നിലപാടിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ജീവിതാവസാനം വരെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. ഈ പതാക കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇന്നലെ ഈ സസ്പെൻഷന്റെ നടപടി അതിനുള്ള ശുപാർശയൊക്കെ വന്നപ്പോൾ തന്നെ ആ ഒരു ചോദ്യം ഉയർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാകും? പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ പാർട്ടി വിടുന്ന നേതാക്കളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരുമെന്ന് ആവർത്തിക്കുകയാണ്. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ ഇസ്മായിൽ. നിലപാട് പ്രതികരണം പിന്നീട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തന്നെയാണ് കെ ഇസ്മായിൽ പറയുന്നത്. ചില ലീഡർഷിപ്പ്, ചില നേതൃത്വങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ പല നടപടികളും ഉണ്ടാകും. പാർട്ടി തീരുമാനമാണ്. താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരും. താനൊരു അവസരവാദിയല്ല. അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ച് പണമുണ്ടാക്കാൻ എന്നതിന് താൻ എന്നും എതിരാണ് എന്ന നിലപാടാണ് പറയുന്നത്. അതായത് CPI നേതൃത്വത്തെ പരോക്ഷമായ ഒരു വിമർശനം തന്നെയാണ് കെ ഇസ്മായിൽ നടത്തിയിരിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാം. പാർട്ടി നേതൃത്വത്തിൽ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന ആക്ഷേപം പൊതുവിൽ ഇസ്മായിൽ പക്ഷമടക്കം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി അടക്കം വന്നിരിക്കുന്നത്. എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ തുടരും. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. അത് കാര്യമാക്കുന്നില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഈ ഇസ്മായിൽ ആവർത്തിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം പാലക്കാട് നിന്ന് ചേർന്നത്.